അല്ലെ തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണമൊക്കെ കേട്ടു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ജലദോഷം ഉണ്ടാവില്ല എന്നുള്ളതാണോ? ഇല്ല, അവരതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞു. അതിനുള്ള സംഭരണശേഷി കൂട്ടാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ മറുപടിയൊക്കെ പറഞ്ഞു. ഇനി അതിൽ കൂടുതലൊന്നും എനിക്കതിൽ പറയാനില്ല. കർഷകർക്ക് ആശങ്കയുണ്ട്. അപ്പുറത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം ക്ഷാമം ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമം. അതിനുള്ള പരിഹാര നിർദ്ദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും അതിൽ പറയാനില്ല. മന്ത്രി ഈ പദ്ധതി അനുകൂലിക്കുകയാണ്. അവർ പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ല എന്ന് ഞാൻ പറയുന്നു. ഇല്ല, ഒരാളും ഇല്ല, ആരും അറിയിക്കില്ല. ജലചൂഷണത്തിനും കർഷകർക്കൊപ്പമൊക്കെ നിൽക്കുന്ന ഒരു നിലപാടാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക്. ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും അതിലൊന്നും മാറ്റമില്ല. പക്ഷെ ഇവിടുത്തെ ജലപ്രശ്നം എന്താണ്? ഇവിടുത്തെ ഇൻട്രസ്റ്റേറ്റ് വാട്ടറാണ്. അതിന് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ലല്ലോ. ഉണ്ടല്ലോ. അതെ, എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് ഇപ്പോൾ അറബിക്കുളം വെള്ളവും വരും. കാലാകാലങ്ങളിൽ ജലവിഭവ മന്ത്രിയും അതോടൊപ്പം തന്നെ സർക്കാരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപം ഇല്ല. അതിനിപ്പോൾ ധാരാളം സാധ്യതയുണ്ടല്ലോ. ജലദൂഷണം അവിടെ അവസാനിപ്പിക്കാനുള്ള ധാരാളം സാധ്യത. ഇപ്പോൾ വാളയാർ ഡാം അങ്ങനെ മണ്ണ് തൂർന്ന് കിടക്കുകയാണ്. അത് മാത്രം എടുത്താൽ അവിടുത്തെ പ്രശ്നം തീരും. വാളയാർ ഡാം ഉണ്ടല്ലോ, പോയിട്ടില്ല. സർക്കാർ എല്ലാം ക്യാബിനറ്റ് തീരുമാനിച്ചല്ലേ, പിന്നെ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ആളുകൾ വലിയ തോതിലുള്ള ആശങ്കകളൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് പരിഹരിക്കും. ആശങ്കകളൊക്കെ പരിഹരിക്കും. നമുക്കത് പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കും. വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. ഇതൊക്കെ സാധിക്കും. പറയുമ്പോഴും അത് പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. വാസ്തവത്തിൽ ഒരു മനസ്സിൽ തന്നെ ഒരു ആശങ്കയില്ലേ? ഈ ജനങ്ങളുടെ പ്രശ്നം വെച്ചിട്ട് ഒരു ആശങ്കയില്ലേ? ഇല്ല, അത് ആശങ്ക പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും, അത് പരിഹരിക്കും. അല്ല, അതല്ല അവർ പറഞ്ഞത് എന്താ? അത് ഞാൻ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ധാരാളം സാധ്യതയുണ്ട്. ഇപ്പം വാളയാർ ഡാം തന്നെ ആ മണ്ണ് മാത്രം എടുത്താൽ അവിടുത്തെ സ്റ്റോറേജ് എത്ര വർദ്ധിക്കും? ആ പ്രദേശം മുഴുവൻ വർദ്ധിക്കില്ലേ? അതേപോലെ അവിടുത്തെയുള്ള കുളങ്ങൾ ധാരാളം വെറുതെ കിടക്കുന്നുണ്ട്. ആ കുളങ്ങളൊക്കെ ഇപ്പോൾ ചിറ്റൂരുണ്ടായിരുന്നത് എന്താ സംഭവം? നമ്മൾ 19 ചെക്ക് ഡാം കൊണ്ടുവന്നു. വാട്ടർ ലെവൽ 1400 നിന്ന് 300 ചുരുങ്ങി ഇത്ര കൊല്ലം കൊണ്ട്. അതേപോലെ കിണറുകൾ ഇപ്പോൾ തന്നെ ഞാൻ ഇറിഗേഷൻ്റെ ചാർജ് ഉണ്ടാകുന്ന സമയത്താണ് ഏരികളും മംഗലം ഡാം എടുക്കാൻ പറഞ്ഞ് ഇപ്പോൾ കമ്പാലത്തറ, മീങ്കര ഇതെല്ലാം വലുതാക്കുകയാണ്. മണ്ണെടുത്തിട്ട് വരുമ്പോൾ സ്റ്റോറേജ് ഒരു 2 ഇരട്ടിയെങ്കിലും കൂടുതലാണ്. സ്റ്റോറേജ് വരുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ തനിയെ വരുമല്ലോ. ആ സാധ്യതയൊക്കെ നമ്മൾ പരിഹരിച്ചാൽ മതി. ഇല്ല, അത് മാറി. അത് ഇപ്പോഴത്തെ ഈ പ്രശ്നം പറമ്പിക്കുളം വന്നതോടുകൂടി കുറേ മാറിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഈ ചെക്ക് ഡാമുകൾ, ചെറിയ ചെക്ക് ഡാമുകൾ, അതേപോലെ കുളങ്ങൾ മുഴുവൻ ക്ലീനാക്കിയാൽ ഒരുപാട് വെള്ളം, 1400 കുളം തന്നെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലുണ്ട്. അതൊക്കെ വലുതാക്കിയാൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടറൊക്കെ കയറുമല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും എലപ്പുള്ളിയിൽ വരുന്നത്, ഇവിടുത്തെ ആയിരിക്കും പാലക്കാട് ടൗണിൽ വരിക. ഗ്രൗണ്ട് വാട്ടർ ഏറ്റവും താഴെ കൂടെ അല്ലേ പോകുന്നത്. ഇപ്പോൾ ചിറ്റൂരിലെ ഗ്രൗണ്ട് വാട്ടർ നോക്കിയപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പറമ്പിക്കുളത്താണ് കണ്ടത്. പൊതുവേ വരൾച്ച വരുമ്പോൾ എല്ലാവരുടെയും വരുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരൾച്ച വന്നപ്പോൾ എല്ലാവരെയും ബാധിച്ചല്ലോ. അതുപോലെ വരുന്നല്ലാണ്ട് ഒരു സാധാരണ നിലയ്ക്ക് വരാൻ സാധ്യതയില്ല. അല്ലല്ല. ഉണ്ടാകില്ല എന്നാണ്. അങ്ങനെ ഒരു ഉണ്ടാകുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. മദ്യനിർമ്മാണശാലകൾ ഒരുപാട് വന്നിട്ടില്ല ഇവിടെ. എലപ്പുള്ളി വന്നിട്ടില്ല. അത്
സാധാരണ ഇത്തരം വിഷയങ്ങൾ വലിയൊരു കണക്കുകളൊക്കെ ആയിട്ട് മന്ത്രി പറയുന്നതാണ്. പക്ഷെ ഇതിൽ കണക്കും പറയുന്നില്ല, ഒരു അഭിപ്രായം പറയുന്നില്ല. ഇല്ല, അഭിപ്രായമില്ല. അവിടെ അങ്ങനെ ഒരു അത്ര വലിയൊരു അപകടമാണെന്ന് തോന്നിയിട്ടില്ല. കാരണം അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്ര വെള്ളമാണ് നിങ്ങൾ എടുക്കണം പറയണേ? കമ്പനിയാണല്ലോ പറയുന്നത്. എത്രയാണ്? അവർക്ക് ഒരു ദിവസം 2 ലക്ഷം വെച്ചാണ്. 2 ലക്ഷം പരമാവധി പ്രൊഡക്ഷനിലേക്ക് വന്നാൽ പെറിന്റെ വരും. ആ ശരി. ഒരു വീട്ടിലേക്ക് എത്ര ലിറ്റർ എടുക്കേണ്ടത് നിങ്ങൾ? ഉണ്ടെന്നില്ല. വീട്ടിലേക്ക് ഓരോ വീടിന്റെ ആവശ്യം എത്ര എടുക്കേണ്ടത്? ശരാശരി 1000 ലിറ്റർ ഉണ്ടാവും. 1000 ലിറ്റർ മാത്രമേ എടുക്കുള്ളൂ? അല്ല, ഞാൻ പറയുന്നത് സാധാരണ ഒരു ടാങ്ക് ഈ പദ്ധതി പ്രദേശത്ത് നേരത്തെ കൃഷി ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നു. വെള്ളം ലഭിക്കാത്തത് കൊണ്ട് കൃഷി ഉപേക്ഷിച്ച് പോയ ആളുകളാണ്. അതല്ല ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആളുകൾ വന്ന് ഭൂമി മേടിച്ച് കൂട്ടിയിട്ട് മിണ്ടാതെ പോവുകയാണ്. ഇപ്പോൾ വടകരപ്പതിയിൽ ഇപ്പോൾ അവിടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ടെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമില്ല. ഇറക്കുമതിയൊക്കെ വന്നതോടുകൂടി നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് നട്ട് നന്നായിട്ട് നാളികേരം വരെയുണ്ട്. ഇന്നത്തെ പത്രത്തിൽ എന്താ? നേപ്പാളിൽ നിന്ന് ഓയിൽ ഇറക്കുമതിയാണ്. ജനങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയുന്നത്. മഴവെള്ള സംഭരണിയിൽ വെള്ളം തികഞ്ഞില്ലെങ്കിൽ ജല അതോറിറ്റി മലമ്പുഴയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം ഇൻഫ്ര വഴിക്ക് എത്തിക്കാൻ. ഞാനതിന് ഏറ്റവും നല്ലൊരു മാർഗം പറഞ്ഞു. വാളയാർ ഡാം അത് ഒരു കാൽഭാഗമേ സ്റ്റോറേജ് ഉള്ളൂ. ഇപ്പോൾ അത് 75% നമുക്കിനി സ്റ്റോറേജ് വളർത്താൻ സാധിക്കും. അത് മാത്രം മാറ്റിയാൽ നമുക്ക് അവിടുത്തെ വെള്ളക്ഷാമം ഒക്കെ കഴിയും.